വചനം പൊരുൾ തിരിച്ചു തരുവാൻ അങ്ങയുടെ ആത്മാവ് തന്നെ എളിവിനെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ ജനത്തെയും അങ്ങയുടെ ദാസനെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവദാസനും ദൈവമക്കൾക്കും സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം നമുക്ക് തുടർന്ന് ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. തിമോഥെയോസിൻ്റെ 1 ലേഖനം 1:15. ധന്യനായ ഏകാധിപതി, സോവറിൻ, ദ ഓൺലി സോവറിൻ ഗാഡ്, ദ ഓൺലി സോവറിൻ ഗാഡ്. ദൈവത്തിലെ ഓരോ വാക്കിനും അർത്ഥമുണ്ട്, ഓരോ വാക്കിനും അർത്ഥമുണ്ട്, അതിനും പ്രാധാന്യമുണ്ട്. അവിടെ എഴുതിയേക്കുന്നത് ഓൺലി സോവറിൻ, താൻ മാത്രമാണ് പരമാധികാരി. യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു, നിനക്ക് സകലവും സാധിക്കുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഭക്തനായ ഒരു മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് തനിക്ക് ലഭിച്ച വെളിപ്പാടിൽ താൻ പറഞ്ഞതാണ്. ദൈവം രക്ഷിക്കുന്നു എന്നുള്ള ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യൻ്റെ രക്ഷയും അത് ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. കാരണം ആത്യന്തികമായി ദൈവം എല്ലാവരെയും രക്ഷിക്കുന്നു എന്നൊരു പഠിപ്പിക്കൽ ദൈവ അല്ലെങ്കിൽ ക്രിസ്തീയ സഭകളിൽ ഉണ്ട്, ക്രിസ്ത്യൻഡത്തിലുണ്ട്, ക്രിസ്തീയ ഗോളത്തിലുണ്ട്. അത് ദൈവവചനപ്രകാരം തെറ്റാണ്. ആത്യന്തികമായി ദൈവം എല്ലാവരെയും രക്ഷിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി അവർ വചനത്തിൽ നിന്നെടുക്കുന്ന ചില ഭാഗങ്ങൾ ഇന്ന് രാവിലെ ധ്യാനിക്കുണ്ടായി. അത് നമ്മൾ ധ്യാനിച്ച ഒരു ലേഖനത്തിൽ നിന്ന് തന്നെയാണ് ആ വാക്യങ്ങൾ അവരെടുക്കുന്നത്. പത്രോസിൻ്റെ 1 ലേഖനം 3:19 വാക്യം ആണ് അതിനുവേണ്ടി അവരെടുക്കുന്നത്. അത് മാത്രമല്ല, അനേക വാക്യങ്ങൾ എടുക്കാറുണ്ട്. കാരണം തിമോഥെയോസിൻ്റെ 1 ലേഖനം 2:4 പറഞ്ഞിരിക്കുന്ന ഒരു വാക്യവും അതിനുവേണ്ടി എടുക്കും. യോഹന്നാൻ 3:16 എടുക്കും. അതുപോലെ തന്നെ ദൈവം സ്നേഹമാണെന്നുള്ള വാക്യം എടുക്കും. അങ്ങനെ അനേക വാക്യങ്ങൾ അവർ എടുക്കാറുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വാക്യമാണ് 3:19. ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോട് കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഗോഡ് ഈസ് ഗിവിങ് ദം എ സെക്കൻഡ് ചാൻസ് എന്നുള്ള നിലയിലാണ്. രണ്ടാമതൊരു ചാൻസ് കൊടുക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഉപദേശം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു ചാൻസ് ദൈവവചനത്തിൽ കാണുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് 18 വാക്യം കൂടെ ചേർന്ന് വായിക്കുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് പിടികിട്ടും. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടത് നീതിമാനായ നീതികേട്ടർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. പിന്നെ ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോട് കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായ തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഒന്ന്, അവിടെ സുവിശേഷം പറഞ്ഞതായിട്ടല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൽ അവൻ ജീവിപ്പിക്കപ്പെട്ടു, ആത്മാവിൽ അവൻ ചെന്നു, പ്രസംഗിച്ചു. സുവിശേഷമല്ല പ്രസംഗിച്ചത്, താൻ പൂർത്തിയാക്കപ്പെട്ട, തന്നെ ഏത് പർപ്പസിന് വേണ്ടി ഭൂമിയിലേക്ക് പിതാവ് അയച്ചോ ആ പൂർത്തിയാക്കപ്പെട്ട ആ രക്ഷണ്യ പ്രവൃത്തിയെ പ്രഘോഷിക്കുകയാണ് അവിടെ ചെയ്തത്. ഹി വാസ് ഡിക്ലെയറിങ് ദ വിക്ടറി ദാറ്റ് ഹി വൺ. ആത്മാവിൽ അവൻ ചെന്നു എന്ന് പറയുന്നത് കർത്താവിനെ കുറിച്ചാണെന്നുള്ളത് നമുക്കറിയാം. ആത്മാക്കളോട് പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ അത് നോഹയുടെ സമയത്ത് നോഹ പ്രസംഗിച്ച പ്രസംഗം ഏറ്റെടുക്കാതെ മരിച്ച് ഇപ്പോൾ തടവിലായിരിക്കുന്നവരോട് പ്രസംഗിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ നിലയിൽ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെങ്കിൽ അവിടെ സുവിശേഷം പ്രസംഗിച്ച് അവർ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം രണ്ടാമതൊരു ചാൻസ് അവർ കൊടുക്കുന്നതായിട്ട് അവിടെ പറയുന്നില്ല. അവിടെ
തന്നെ രണ്ട് നിലയിലുള്ള ഇൻ്റർപ്രിട്ടേഷനാണ് ഉള്ളത്. ആത്മാവിൽ അവൻ ചെന്നു എന്ന് പറയുന്നത് ചിലർ പറയുന്നുണ്ട്, നോഹ പ്രസംഗിച്ചപ്പോൾ, നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച നോഹ ദൈവം കൊടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു പ്രോമിസ്, അതിനെ അടിസ്ഥാനമാക്കി വിശ്വാസത്താൽ നോഹ, വിശ്വാസം എന്താണ് എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചപ്പോൾ എബ്രായ ലേഖനം 11:1 പറഞ്ഞിരിക്കുന്നത് പ്രത്യാശയുടെ, ഹോപ്പിൻ്റെ ഉറപ്പാണ് വിശ്വാസം. അപ്പം നോഹയ്ക്ക് എങ്ങനെ, എന്ത് ഹോപ്പാണ് കിട്ടിയത്? നോഹയോട് ദൈവം സംസാരിച്ചത് എന്തായിരിക്കാം? ന്യായവിധി ഉണ്ടാകാൻ പോവുകയാണ്. ആ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ ന്യായവിധി ഉണ്ടാകും. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും നശിച്ചു പോവുക. പെട്ടകം ഉണ്ടാക്കണം, പെട്ടകത്തിൽ കയറുന്നവൻ രക്ഷപ്പെടും. അതാണ് പ്രോമിസ്. ഈ പ്രോമിസിലുള്ള ഉറപ്പിൽ, അതാണ് ഫെയ്ത്ത്, ബൈ ഫെയ്ത്ത് നോവ. അങ്ങനല്ലേ 11-ാം അധ്യായത്തിൽ പറയുന്നത്? ബൈ ഫെയ്ത്ത് നോഹ ബിൽറ്റ് ആൻ ആർക്ക്. അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്താൽ നോഹ 11:7 അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായത്. അപ്പോൾ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം. പ്രത്യാശയുടെ ഉറപ്പാണ് വിശ്വാസം. അപ്പോൾ ദൈവം കൊടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ, അതിനകത്തൊരു പ്രോമിസ് ഉണ്ട്. പെട്ടകത്തിനകത്ത് കയറിയാൽ രക്ഷപ്പെടാം. ഈ പ്രോമിസിൽ ഫെയ്ത്തായി വന്നിട്ട് നോഹ ഭയഭക്തി കൊണ്ട്, ദൈവത്തോടുള്ള ഭയഭക്തി കൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താൽ നീതിക്ക് അവകാശിയായി. കാരണം വിശ്വാസത്താൽ മാത്രമാണ് ഏത് കാലത്തും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാൻ സാധിക്കുന്നത്. വിശ്വാസത്താൽ, പ്രവൃത്തിയാൽ സാധിക്കില്ല. അതുകൊണ്ട് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. ഇവിടെ നോഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. അപ്പോൾ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ഇൻസ്ട്രക്ഷനില്ല. വെറുതെ അങ്ങ് ചാടുകയല്ല, വെറുതെ ഒരു ദിവസം രാവിലെ നോഹ പെട്ടകം ഉണ്ടാക്കുകയല്ല. ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി. ആ ഇൻസ്ട്രക്ഷനകത്തൊരു പ്രോമിസ് ഉണ്ട്. ആ പ്രോമിസ് ഒരു ഹോപ്പായിട്ട്, അത് ഉറപ്പായി വിശ്വാസമായി പരിണമിച്ചപ്പോൾ ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പോൾ താന് ഇത് പ്രസംഗിക്കുകയും ചെയ്തു. ആ പ്രസംഗിച്ചപ്പോൾ ഇന്ന് പ്രസംഗിക്കുന്നവർക്ക് ഒരാശ്വാസം കിട്ടാനുള്ള ഒരു വചനം എന്നത്തുണ്ട്, ഒരു അനുഭവമുണ്ട്. എന്താണെന്നറിയാമോ? 1000 പേരുണ്ടെങ്കിൽ 992 പേരും റിജക്റ്റ് ചെയ്തു. 8 പേര്, താൻ ഉൾപ്പെടെ 8 പേര് മാത്രമേ രക്ഷപ്പെട്ടു. നോഹയ്ക്ക് അത്രയെങ്കിലും ഉണ്ടായിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നത് 40 വർഷം പ്രസംഗിച്ച യെരമ്യാവ് ഒരാൾ പോലും കൺവേർട്ടായിട്ട് വന്നില്ലെന്നാണ്. 40 years മനുഷ്യൻ്റെ മുമ്പിൽ പരാജയമാണ് മിനിസ്ട്രി. ദൈവത്തിന് മുമ്പിൽ വിജയമാണ്. കാരണം ദൈവം പറഞ്ഞു അതാൻ ചെയ്തത്, താൻ ആഗ്രഹിച്ചതിന് വേണ്ടി ഇറങ്ങിയതല്ല. ഇന്ന് രാവിലെ ആ ഭാവം ചിന്തിച്ചപ്പോൾ പുതിയ നിയമത്തിലെ അതേ കാര്യമാണ് പഴയ നിയമത്തിൽ എഴുതി വെച്ചേക്കുന്നത്. ദൈവം എങ്ങനെ ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത്? യെരമ്യാപ്രവചനം 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എൻ്റെ കണ്ണ് നിന്നെ കണ്ടു. അതാണ് റോമാലേഖനം 8 പറഞ്ഞേക്കുന്നത്. അവൻ നമ്മെ മുന്നറിഞ്ഞു. ഫോർ നോളജ് പിന്നെ പറയുന്നത് ജാതികൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമനം, പ്രീ ഡെസ്റ്റിനേഷൻ, അതും റോമാലേഖനം 8 പറഞ്ഞിട്ടുണ്ട്. ദൈവം എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഭയങ്കരമാണ്. ദൈവം മനുഷ്യനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് മനുഷ്യൻ ഒരു ക്രെഡിറ്റും കിട്ടാത്ത വിധം തിരഞ്ഞെടുക്കും. ഫാസ്റ്റിംഗ് പ്രയറിൽ തെസ്സലോനിക്കരുടെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ 3 കാര്യങ്ങൾ പ്ലെയിനായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 3 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചു. അത് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, ക്രിസ്തുവിലുള്ള പ്രത്യാശ മാത്രമേ പറഞ്ഞു. പക്ഷെ അതിന് മുമ്പേ അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ വേല എന്ന് പറയുന്നത് വർക്ക് ഓഫ് ഫെയ്ത്ത്. 2 സ്നേഹത്തിൻ്റെ പ്രയത്നം. 3 കർത്താവിലുള്ള പ്രത്യാശ.
ഈ വിശ്വാസത്തിൻ്റെ പ്രയത്നം, വേല എന്ന് പറയുന്നത്, വിശ്വാസത്തിൻ്റെ വേല എന്ന് പറയുന്നത് സുവിശേഷം കേൾക്കുമ്പോൾ ഉയരത്തിൽ നിന്നുള്ള ആ ജനനം ഒരുവരിൽ നടക്കുമ്പോൾ, എഫേസ്യർ 2:8 പറഞ്ഞിരിക്കുന്ന പോലെ വിശ്വാസം ദാനമായി ലഭിക്കുമ്പോൾ ആ എടുത്തു വെക്കുന്ന കാൽച്ചുവടാണ് വർക്ക് ഓഫ് ഫെയ്ത്ത്. കേട്ട വചനത്തോട് പ്രതികരിക്കുന്ന ആ പ്രതികരണം, അത് മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന. ഇതിനെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു സഹോദരിയാണ് ആര്? ലുദിയ. അത് ഇംഗ്ലീഷിൽ അത് എഴുതി വെച്ചിരിക്കുന്നത് ഭയങ്കര ക്ലാരിറ്റിയോടുകൂടി. 16:14 ആ ആ അതെ. The Lord opened her heart to respond to the things spoken by Paul. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിനെന്നാണ് മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നത്. ദാറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മളിപ്പം ഇംഗ്ലീഷ് വായിച്ചല്ലോ, ദൈവം പൗലോസ് പറഞ്ഞതിനോട് പ്രതികരിക്കാൻ പാകത്തിന് ദൈവം അവളുടെ ഹൃദയം തുറന്നു. ഇതിനാ പറയുന്നത് ഫെയ്ത്ത് പ്രസീഡ്സ് റീജനറേഷൻ എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്നുള്ളൊരു ജനനത്താലാണ് പാപത്തിൻ്റെ കെടുതിയിൽ മരിച്ച അവസ്ഥയിലായിരുന്ന ഒരു മനുഷ്യന് പ്രതികരിക്കാൻ സാധിക്കുന്നത്. ആ പ്രതികരണത്തെയാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ വന്നപ്പോൾ, തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോഴേ തെസ്സലോനിക്കയിലേക്ക് അപ്പോസ്തലനായ പൗലോസും ശീലാസും തിമോത്തിയോസും പോയിട്ട് ആ സിനഗോഗ് അന്വേഷിക്കുന്നു. പൗലോസ് എവിടെ ചെന്നാലും പ്രാർത്ഥനാ മുറിയാ അന്വേഷിക്കുന്നു, പ്രസംഗിക്കുന്നു. അനേകർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഇത് കണ്ടിട്ട് യഹൂദന്മാരെല്ലാം കൂടെ മെനക്കെട്ട് നടക്കുന്ന കുറേ പേരെ വിളിച്ചിട്ട് ഇവരെ ഓടിക്കുകയാണ്. പൗലോസ് പോയി അവിടെ. പിന്നെ പൗലോസ് തിമോത്തിയോസിനെ വീണ്ടും വിടുന്നുണ്ട് ഇങ്ങോട്ട്. വിടുമ്പോൾ നല്ലൊരു റിപ്പോർട്ട് കൊടുക്കുക ഈ സഭയെപ്പറ്റി. അതിൽ സന്തോഷപൂർണനായി എഴുതുന്ന ലേഖനമാണ് തെസ്സലോനിക്കർക്ക് 1-ാം ലേഖനം. അവിടെ അവരെ കമൻ്റ് ചെയ്യുന്ന 3 കമൻറ്റിൽ നിങ്ങൾ വചനം കേട്ടപ്പോൾ നിങ്ങൾ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്തെന്ന് പറഞ്ഞാൽ ആദ്യം കമൻ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത് ഇതാണ്, ഈ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് മാത്രമാണ് രക്ഷയോടുള്ള ബന്ധത്തിൽ നോൺ മെറിറ്റോറിയസ് ആയിട്ടുള്ള വർക്ക്, ദൈവത്തിൻ്റെ മഹത്വം ഒട്ടും കവരാതെ രക്ഷയോടുള്ള ബന്ധത്തിൽ നാം എടുത്ത ഒരു വർക്ക് ഇതാണ്. രക്ഷയോടുള്ള ബന്ധത്തിൽ മഹത്വം മുഴുവനും ദൈവത്തിനാണ്. ഈവൻ സുവിശേഷം പറഞ്ഞ, ഞാൻ കുവൈറ്റിലാണ് സമയത്ത് എൻ്റെ കൂട്ടുകാരൻ ഞാനും അദ്ദേഹം ഒരുമിച്ചൊരു ബാങ്കിൽ നാട്ടിൽ ജോലി ചെയ്തു. ഞങ്ങൾ ഒരേ ദിവസമാണ് കുവൈറ്റിൽ ലാൻഡ് ചെയ്തത്. അദ്ദേഹത്തെ പിന്നീട് സുവിശേഷം കേൾക്കാൻ തക്കോണം പാകത്തിന് ഒരു മുഖാന്തരമായി തീരാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹം ഇപ്പോൾ ഒരു വിശ്വാസിയാണ്. പക്ഷേ അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരുവനെ നിത്യതയിലേക്കൊന്നും അടുപ്പിക്കാൻ പറ്റിയല്ലോ. പക്ഷേ ദൈവവചനം പഠിച്ച് വരുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, നമ്മൾ നീതിയിലേക്ക് തിരിക്കുന്നവർ മാത്രമാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ മാത്രമാണ് നമ്മൾ. അതിന് തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ഒരു പ്രതിഫലം ഉണ്ട്. പക്ഷേ വർക്ക് മൊത്തം ചെയ്തത് പിതാവാണ്. വില മുടക്കിയത് പിതാവാണ്. രക്തം മുടക്കിയത് കർത്താവാണ്. God is the Savior. അവിടുന്നാണ് രക്ഷകൻ. എന്നെയും നിങ്ങളെയും രക്ഷിച്ചത് നമ്മളൊരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചതുകൊണ്ടല്ല. അനുകൂലമായ സാഹചര്യമായിട്ട് ഒരുപക്ഷെ ദൈവം അത് ഉപയോഗിച്ചിരിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചവർ മാത്രമായിരിക്കണമല്ലോ രക്ഷിക്കപ്പെടേണ്ടത്. അങ്ങനെ അല്ലല്ലോ. എത്രയോ പേര്, ഞാൻ ഐസിസിൻ്റെ 2016 തോന്നുന്നു 17 ഐസിസ് തീവ്രവാദികളുടെ മുമ്പിൽ തലവെട്ടി കൊല്ലപ്പെട്ട കോപ്റ്റിക് ക്രിസ്ത്യൻസ് ഉണ്ട്. ഉപദേശപരമായിട്ട് നമ്മളുമായിട്ട് വ്യത്യസ്തമാണ്. പക്ഷെ എങ്ങനെയാണ് അവർക്ക് ക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി കർത്താവിനെ തള്ളിപ്പറയാതെ നിൽക്കാൻ കഴിഞ്ഞത്?
നാം വിചാരിക്കുന്നതിനേക്കാളും വലിപ്പമുണ്ട് ദൈവസഭയ്ക്ക്. ഹല്ലേലൂയ. അതുകൊണ്ടാവും പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ആ ദൈവസഭയുടെ ഭാഗമായി തീരുവാൻ കാലാകാലങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി. അവൻ നമ്മെ രക്ഷിച്ചു. അതാണ് ദൈവവചനം പറയുന്നത്. He saved us. Not because of our works. നമ്മുടെ പ്രവൃത്തി കാരണമല്ല, അവൻ്റെ കരുണപ്രകാരം. എഫെസ്യരിൽ എഴുതിയിരിക്കുന്നത്, തിരുഹിതത്തിന് പ്രസാദമായി എന്നെ രക്ഷിക്കാൻ. The only non-meritorious work that I took, അതായത് ദൈവത്തിൻ്റെ മഹത്വം ഒട്ടും ചോരാതെ തന്നെ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ് എന്ന് പറയുന്നതായിരുന്നു സുവിശേഷം കേട്ടപ്പോൾ റെസ്പോണ്ട് ചെയ്തത്. അതിനും ദൈവമാണ് കാരണക്കാരൻ. കാരണം മരിച്ച അവസ്ഥയിലായിരുന്നു എനിക്ക് ഉയരത്തിൽ നിന്നുള്ള ജനനം നൽകി റെസ്പോണ്ട് ചെയ്യുവാൻ പാകം എൻ്റെ ഹൃദയമായി. ഞാൻ റെസ്പോണ്ട് ചെയ്തു. ദാറ്റ് വാസ് മൈ പാർട്ട്, ടു റെസ്പോണ്ട് ടു ദ ഗോസ്പൽ. പറഞ്ഞു വന്നത്, നോഹ ഇത്രയും കാലം പ്രസംഗിച്ചിട്ടും 8 പേര് മാത്രമേ രക്ഷപ്പെട്ടു. അവിടെ പറയുന്നത്, ഒന്നുകിൽ കർത്താവ് ആത്മാവിൽ ചെന്ന് അവരോടിത് പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ നോഹ പ്രസംഗിച്ച സമയത്ത് കർത്താവിൻ്റെ ആത്മാവായിരുന്നു നോഹയിലൂടെ പ്രസംഗിച്ചത്. അവരിപ്പോൾ എവിടെയാണ്? അനുസരിക്കാത്തതുകൊണ്ട് തടവില. ഈ 2 വിധത്തിലും നമുക്കത് വ്യാഖ്യാനിക്കും. പക്ഷേ ഏത് വിധത്തിൽ വ്യാഖ്യാനിച്ചാലും കർത്താവ് എന്ന് സുവിശേഷം പറഞ്ഞില്ല. അതാ ഞാൻ ഈ പറയാൻ വന്നത്. ദർ ഈസ് ഓൺലി വൺ ചാൻസ്. എവിടെ? അല്ലല്ലോ, അനുസരിക്കാത്തവരുടെ ആത്മാക്കൾ അവിടെ ഉള്ളത്. ആരോട്? നോ, ട്രയംഫ്, വിജയം പ്രഖ്യാപിക്കുക. അനുസരിക്കാത്തവർ തടവറ തന്നെയാണ്, വിജയം പ്രഖ്യാപിക്കുക ചെയ്തത്. മനസ്സിലായി? അല്ലാതെ സുവിശേഷം പറയുകയല്ല. അതാ ഒന്നാമത് നമ്മൾ ക്ലിയർ ചെയ്തു. സുവിശേഷം പറയുകയല്ല. അവിടെ ഉള്ളവരാരാ? തടവിൽ ആരാ ഉള്ളത്? അവിടെ എഴുതിയിട്ടുണ്ട്, അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. പിന്നീട് അത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഇപ്പം ഞാൻ കൊണ്ട് തുറന്നോട്ടെ. ആ പെട്ടകത്തിൽ അല്പജനമെന്ന് വെച്ചാൽ 8 പേര്. അച്ഛൻ ചോദിച്ച ചോദ്യം റെലവൻ്റ് കേട്ടോ. ഞാൻ അതിനെ ഇത് ചെയ്തതല്ല കേട്ടോ. വി വിൽ ക്ലിയർ ദാറ്റ്. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ വെള്ളമെന്ന് പറയുന്നത് എന്താ? വെള്ളം അവിടെ ന്യായവിധിയാണ്. വെള്ളം അവിടെ ന്യായവിധിയാണ്. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ന്യായവിധിയുടെ പിക്ചറാണ് അവിടെ വെള്ളം കാണുന്നത്. പെട്ടകം കർത്താവ്. ഈ പെട്ടകത്തിനകത്തുള്ളവർക്കാണ് രക്ഷ. പെട്ടകത്തിന് വെളിയിൽ വെള്ളത്തിലുള്ളവരല്ല. വെള്ളം രക്ഷയ്ക്ക് മുഖാന്തരമാണെങ്കിൽ വെള്ളത്തിൽ കിടന്നവരെല്ലാം രക്ഷപ്പെടണം. പെട്ടകത്തിനകത്തുള്ളവർക്കാ രക്ഷ. പെട്ടകം ദൈവക്രോധത്തിൻ്റെ അടയാളമാണ്. പെട്ടകമല്ല, വെള്ളം ദൈവക്രോധത്തിൻ്റെ അടയാളമാണ്. ഈ ദൈവക്രോധത്തിൻ്റെ സകല ക്രോധവും വഹിച്ചതും ഈ പെട്ടകം തന്നെയാണ്, അല്ലേ? ഈ വെള്ളം വന്ന് അടിച്ചത് മൊത്തം ഈ പെട്ടകത്തേല. ദൈവക്രോധം മൊത്തം ഏറ്റെടുത്തത് പെട്ടകമാണ്. ഈ പെട്ടകത്തിൽ നമ്മൾ ആയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ആ പെട്ടകം ക്രിസ്തുവാണ്. ഒരു തുള്ളി വെള്ളം അകത്ത് കയറിയില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ ഒരംശം പോലും ഞാനും നിങ്ങൾ ഏറ്റെടുത്തില്ല. അത് ഏറ്റെടുത്ത് മൊത്തം പെട്ടകം. ആ പെട്ടകമാണ് നമ്മെ രക്ഷിച്ചത്. ആ പെട്ടകമാണ് നോഹയെ രക്ഷിച്ചത്. സന്ദർഭവശാൽ അതങ്ങ് പറഞ്ഞു പോയി. ഇന്ന് രാവിലെ ചിന്തിച്ചപ്പോൾ
ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണുള്ള ചിന്തകൾ അതിനകത്തുണ്ട്. നിങ്ങളും പോയി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ജസ്റ്റ് ബിക്കോസ് വി വേർ ഇൻ ദാറ്റ്, അല്ലേ, പെട്ടകത്തിനകത്ത് ആയതുകൊണ്ട്, ആർക്കിനകത്ത് ആയതുകൊണ്ട് നമ്മൾ അവിടെ പറയുന്ന ബാപ്റ്റിസം വെള്ളത്താലുള്ള ബാപ്റ്റിസത്തിൻ്റെ കാര്യമല്ല. അവിടെ പറയുന്ന ബാപ്റ്റിസം immersion in Christ, as Noah and his family was in the ark. അതുകൊണ്ട് അവിടെ പറയുന്നത് കറസ്പോണ്ടിങ് ടു ദാറ്റ് എന്നുള്ളതിൻ്റെ മൂലഭാഷ കൊടുത്തിരിക്കുന്നത് പോയിൻറ്റിങ് ടു ദാറ്റ് എന്നാണ്. പോയിൻറ്റിങ് ടു ദാറ്റ്, അല്ലെങ്കിൽ അതിനൊരു പദം എൻ്റെ മനസ്സിൽ നോക്കട്ടെ, പ്രതിരൂപം, ആൻറ്റൈ ടൈപ്പ് എന്നാണ് അതിന് പറയുന്നത്. ആൻറ്റൈ ടൈപ്പ്, പ്രതിരൂപം. ക്രിസ്തുവിൽ ആയ ആ 8, അല്ലെങ്കിൽ പെട്ടകത്തിനകത്തായ ആ 8 പേരെ സംബന്ധിച്ച് കറസ്പോണ്ടിങ് ടു ദാറ്റ് എന്ന് പറഞ്ഞാണ് അവിടെ വെള്ളത്തെപ്പറ്റി പറയുന്നത്. സ്നാനം രക്ഷിക്കപ്പെടുന്നവൻ്റെ, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവൻ്റെ ബാഹ്യമായ പ്രഖ്യാപനമാണ് സ്നാനം, അല്ലേ? സ്നാനമല്ല രക്ഷിക്കുന്നത്, യഥാർത്ഥത്തിൽ രക്ഷിച്ചവൻ്റെ പ്രഖ്യാപനം, പബ്ലിക് പ്രൊക്ലമേഷനാണ് സ്നാനം. തിരിച്ചു വരരുത്. യെസ്, പെട്ടത്തിലുള്ള മാത്രമേ രക്ഷ പ്രാപിച്ചുള്ളൂ. അപേക്ഷ എത്ര? ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ആൻറ്റൈ ടൈപ്പായിട്ട്, പ്രതിരൂപമായിട്ട് പത്രോസ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഈ ഒരു വാക്യം മാത്രം ഈ അടർത്തി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം മൊത്തം പിടികിട്ടത്തില്ല. അവിടുത്തെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റുമായിട്ട് നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ മാത്രമേ അവിടെ പറയുന്ന സ്നാനം എന്ന് പറയുന്നത് വെള്ളത്താലുള്ള സ്നാനമല്ല. ക്രിസ്തുവിൽ ഒരു സ്നാനം എന്ന് പറഞ്ഞാൽ ഇമ്മേഴ്ഷൻ എന്നർത്ഥം. അപ്പോൾ ഈ പെട്ടകത്തിനകത്ത് ഇമ്മേഴ്സ്ഡ് ആയിട്ട് അവരിരുന്നപ്പോൾ രക്ഷ പ്രാപിച്ചതുപോലെ ക്രിസ്തുവിൽ ഇമ്മേഴ്സ്ഡ് ആയിട്ടിരുന്നാൽ രക്ഷ പ്രാപിക്കാം. മാത്രമല്ല അവിടെ പറയുന്ന സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷ ആയിട്ടത്രേ. സംശയം വരും എന്നെനിക്കറിയാം, കാരണം ഇത് പല ദൈവദാസന്മാരോട് സംശയം ചോദിച്ച ഒരു ഭാഗം തന്നെയാണ്. പക്ഷെ ഞാനൊരു കാര്യം ക്ലിയറായിട്ട് പറയട്ടെ, സ്നാനം നമ്മെ രക്ഷിക്കുന്നില്ല, രക്ഷിക്കപ്പെട്ടതിൻ്റെ പ്രഖ്യാപനമാണ് നാം സ്നാനത്തിലൂടെ ചെയ്യുന്നത്. കാരണം ഒരു വർക്കും നമ്മെ രക്ഷിക്കത്തില്ല, കർത്താവിലുള്ള വിശ്വാസം മാത്രമാണ് നമ്മെ രക്ഷിക്കുന്നത്. ഈ വർക്ക് എന്ന് പറയുന്നത്, ഈ സ്നാനം എന്ന് പറയുന്നത് നമ്മുടെ പ്രഖ്യാപനം, കർത്താവിനോടുള്ള ഐകമത്യമാണ്, ഐഡൻറ്റിഫിക്കേഷൻ. കർത്താവ് എന്തിനാണ് സ്നാനപ്പെട്ടെ? ഹി വാസ് ഐഡൻറ്റിഫൈയിങ് വിത്ത് ഹ്യൂമാനിറ്റി. അല്ലാതെ മാനസാന്തര സ്നാനമല്ല. യോഹന്നാൻ്റെ കൈക്കീഴിലാണ് സ്നാനപ്പെട്ടെങ്കിലും യോഹന്നാൻ അന്നുവരെ ചെയ്ത മാനസാന്തര സ്നാനമല്ല കർത്താവ് ഏറ്റെടുത്തത്. അങ്ങനെ മനസ്സിലാക്കരുത്. യോഹന്നാൻ മാനസാന്തര സ്നാനമാണ് കൊടുത്തത്, കർത്താവ് ഏറ്റത് യുണീക്കായിട്ടൊരു സ്നാനമാണ്. ആ സ്നാനം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ മനുഷ്യരുമായി, ഹ്യൂമാനിറ്റിയുമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. കർത്താവ് ഏറ്റ പരീക്ഷയും അതുപോലെ തന്നെയാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് കർത്താവ്. അല്ലാതെ നമുക്ക് ഒരു പരീക്ഷ വന്നാൽ എങ്ങനെയാണ് വരുന്നത്? പ്രലോഭനം വന്നാൽ എങ്ങനെയാണ് വരുന്നത്? ബാഹ്യമായിട്ടാണോ വരുന്നത്, ആന്തരികമായിട്ടാണോ വരുന്നത്? ഉള്ളിൽ നിന്നാണ് വരുന്നത്. കർത്താവ് ഉള്ളിൽ നിന്ന് വരത്തില്ല. കർത്താവിൻ്റെ പ്രകൃതം പാപരഹിതമാണ്. അതുകൊണ്ട് അവൻ വെളിയിൽ നിന്ന് ചെലുത്താൻ ശ്രമിച്ചു. നമ്മുടെ അടുത്ത് പിശാച് നേരിട്ട് വന്നിട്ട് ഇങ്ങനെ പറയുകയാണോ? നമ്മോട് പറയുകയാണോ? നോ, ഇറ്റ്സ് ഫ്രം ഇൻസൈഡ്, റൈറ്റ്? ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പിശാച് വന്ന് നമ്മുടെ അടുത്ത് നിന്നിട്ട് മലയിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു, അവിടോട്ട് കൊണ്ടുവന്നു ചാടാൻ പറയുന്നു, അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് അകത്ത് തന്നെ ഉണ്ട് നമ്മുടെ ആ പ്രകൃതം. പക്ഷെ കർത്താവിൻ്റെ പ്രകൃതം സിൻലെസ് ആയതുകൊണ്ട് ഹി ഹാസ് ടു കം ലൈക്ക് ദാറ്റ്. അവൻ അങ്ങനെ ബാഹ്യമായിട്ട് തന്നെ വന്നിട്ട് പാപം ഉള്ളിലോട്ട് ചെലുത്താൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇനി മനുഷ്യൻ്റെ ആ പ്രകൃതത്തെപ്പറ്റി റോമാലേഖനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ക്രിസ്തു ആരായിരുന്നു എന്നുള്ള
ആ യഥാർത്ഥ ബോധ്യം ഒരു ദൈവവേദന ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ള ഉപദേശത്തെ ഖണ്ഡിക്കുന്നത്, നിശ്ചിതമായി വിമർശിക്കുന്നത്. കാരണം ഹി വാസ് സിൻലെസ്. അത് വചനം വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. സോ എന്തിനു പക്ഷേ കർത്താവ് അതിലൂടെ പോകണം? ടു ഐഡൻറ്റിഫൈങ് വിത്ത് അസ്. സ്നാനം ടു ഐഡൻറ്റിഫൈ വിത്ത് അസ്. കർത്താവ് തന്നെ കൊടുത്ത, എന്ന് ചിന്തിച്ചേ, കർത്താവ് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത പ്രമാണം എന്തിനാണ് നിവർത്തിക്കുന്നേ? നമുക്ക് നിവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട്. റോമർ 8:3 ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിനെ സാധിക്കാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ച് പാപത്തിന് ജഡത്തിന് ശിക്ഷ വിധിച്ചു. നമുക്ക് കഴിയത്തില്ല നിവർത്തിക്കാൻ. അതിന് പകരം ആരെ നിവർത്തിച്ചേ? ദൈവത്തിൻ്റെ പരിശുദ്ധമായ പ്രമാണം, താൻ തന്നെ കൊടുത്ത പ്രമാണം. He was identifying with us in every areas of his life. And that's why പീറ്റർ പറയുന്നേ, അവൻ നമുക്ക് നടന്നു പോകാൻ മാതൃക വെച്ചു പോയെന്ന്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി ആ പത്രോസ് എടുത്തത്. കാരണം പത്രോസ് നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. യൂണിവേഴ്സലിസം എന്ന് പറയുന്നത് ഒരു ദുരുപദേശമാണ്. സാർവത്രിക രക്ഷ എന്നുള്ളത് ദുരുപദേശമാണ്. അത് വചനം പറയുന്നേ അല്ല. അപ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കാം. അവർ പറയുന്ന മുമ്പേ ഒരു വാക്യം പറഞ്ഞു, തിമത്യോസിൻ്റെ 1:2-4, അവൻ എല്ലാവരും രക്ഷപ്പെടാൻ ഇച്ഛിക്കുന്നു. വായിക്കാം 2-4. 1 Timothy chapter 2 verse 4. അത്ര മതി. അപ്പം അങ്ങനെ ഇച്ഛിക്കുന്നെങ്കിൽ അപ്പോൾ എല്ലാവരും രക്ഷപ്പെടുമോ? അവിടെ നമ്മൾ പറയാറുണ്ട് മനുഷ്യൻ്റെ ഫ്രീ വില്ലുണ്ട്, ആ ഫ്രീ വില്ലിൽ അവനെ വിട്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ ആളുകളൊക്കെ പറയുന്നത് ശരിയാ. ഫ്രീ വില്ലുണ്ട് മനുഷ്യന്. പക്ഷേ അവൻ്റെ ഫ്രീ വില്ല് അവൻ്റെ പ്രകൃതത്തിന് വിധേയമായിട്ട് മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. അവൻ്റെ പ്രകൃതം എങ്ങനെയാണ്? പാവപ്രകൃതമാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, നോ വൺ സീക്സ് ഗാഡ്. ആരും ദൈവത്തെ അന്വേഷിക്കുന്നില്ല. എന്തിനാ ഇതെല്ലാം പറയുന്നറിയോ? നമ്മുടെ രക്ഷയെപ്പറ്റിയുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകാൻ വേണ്ടിയും, നാം സുവിശേഷം പറയുമ്പോൾ അവർ രക്ഷിക്കപ്പെടാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ദൈവം അവരുടെ ഹൃദയം തുറക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ വേണം നാം അത് ചെയ്യാൻ. അല്ലെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യത്തില്ല. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്, ദൈവജനത്തിൽ ഉടനീളം ദൈവത്തിൻ്റെ 2 പ്രകൃതം അല്ലെങ്കിൽ വില്ല് എന്നുള്ള രീതി നമുക്ക് കാണാം. ഒന്ന് ദൈവത്തിൻ്റെ മോറൽ വില്ല്. അതാണ് ഈ 1 തിമോത്തിയോസ് 2:4 നമ്മൾ വായിച്ച ധാർമ്മിക ഇച്ഛ. പക്ഷേ അതിനെ സൂപ്പർസീഡ് ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത്, ഹിസ് സോവറിൻ വിൽ. ചില ഉദാഹരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. അതായത് ദൈവം ഹി കെയർസ് ഫോർ ദ വിക്കഡ് ടു, റൈറ്റ്? ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും അവൻ കെയർ ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹി ഡിസ്ട്രോയ്സ് ദ വിക്കഡ്. ഇത് രണ്ടും ഒരു പ്രകൃതമായിട്ട് നമുക്ക് കാണത്തില്ല. ഒരു സൈഡിൽ ഹി കെയർസ് ഫോർ ദ വിക്കഡ്. അവന് ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെയും തൻ്റെ മഴയും കൊടുക്കും. അത് ഓൺ ദ അതർ ഹാൻഡ് ഹി ഡിസ്ട്രോയ്സ് ദം. അത് എസെക്കിയേലിൻ്റെ പുസ്തകം 33:11 കർത്താവ് പറയുന്നുണ്ട്, ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് ഒരു പ്രസാദമില്ല. അറ്റ് ദ സെയിം ടൈം യെശയ്യാപ്രവചനം 11:4 നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാപ്രവചനം 11:4 പറഞ്ഞിരിക്കുന്നത്, അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തൻ്റെ വായെന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, അധരങ്ങളുടെ ശ്വാസം കൊണ്ട്. ഇതെങ്ങനെ രണ്ടും കൂടെ പറ്റും? അതാ പറയുന്നത്, തൻ്റെ മോറൽ വില്ല് നമുക്ക് കാണാം, അതേസമയം തന്നെ തൻ്റെ സോവറിൻ വില്ലും കാണാം. ഇതിനെ രണ്ടിനെ ബന്ധിപ്പിക്കാൻ നമ്മുടെ യുക്തി ഉപയോഗിക്കാതിരുന്നാൽ മതി. ഇതൊരു വെളിപ്പാടായിട്ടും വിശ്വാസമായിട്ടും നമ്മുടെ ഉള്ളിൽ വരണം. ഇത്ര മാത്രമാണ് എനിക്ക് അപേക്ഷ. ഇതിനെ രണ്ടിനും ബന്ധിപ്പിക്കാൻ നമ്മൾ യുക്തി ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും അത് ഉപദേശ പിശകായിട്ട് മാറും. ദൈവജനത്തിൽ ഇത് രണ്ടും എഴുതിയിട്ടുണ്ട്. താൻ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ദുഷ്ടൻ്റെ മരണത്തിൽ അവന് പ്രസാദമില്ലെന്നും എഴുതിയിട്ടുണ്ട്. അതേസമയം തന്നെ ദുഷ്ടനെ അവൻ്റെ വായുടെ വഴി കൊണ്ട് അടിക്കുന്നു, കൊല്ലുന്നു എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആ സോവറിൻ വിൽ
നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ വിശ്വസിപ്പാൻ നമുക്ക് ദൈവിക വെളിപ്പാടാണ് ആവശ്യം. കാരണം ത്രിയേക ദൈവത്തെപ്പറ്റി ഉള്ള വെളിപ്പാട് ദൈവജനത്തിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം വിശദീകരിക്കാൻ അറിയാവുന്നത് കൊണ്ടല്ല, ഇത് ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ടൊരു വെളിപ്പാടായതുകൊണ്ട്. കാരണം ഇത് അതുപോലെ തന്നെ ദൈവജനത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ആ ചിത്രം കൊടുത്തിട്ടുണ്ട്. പലയിടങ്ങളിൽ വ്യക്തമായിട്ട് ത്രിയേക ദൈവ വെളിപ്പാട് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം 3 ദൈവങ്ങളുണ്ടെന്നല്ല. ദൈവം ഏകനാണ്. എന്നാൽ ആ ദൈവിക വെളിപ്പാട് 3 ആളത്വങ്ങളിലാണ് വെളിപ്പെട്ടിട്ടുള്ളത്. ഇൻഡിവിജ്വലായിട്ട് പറയുമ്പോൾ പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവും ദൈവമാണ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, ദൈവമാണ്. അപ്പോൾ ഈ ദൈവിക വെളിപ്പാട് നമ്മൾ ഉൾക്കൊണ്ടത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാലാണ്. അതൊരു വെളിപ്പാടിനാൽ നമ്മുടെ ഉള്ളിൽ വന്നതാണ്. ഇതുപോലെ രക്ഷയോടുള്ള ബന്ധത്തിലും നമ്മൾ ഈ കാര്യം അംഗീകരിച്ചേ പറ്റൂ. അതല്ലാതെ വചനം യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും അത് തെറ്റിലേക്കാണ് നയിക്കുന്നത്. ഈ ഹ്യൂസ്റ്റണിൽ ഒരു റേഡിയോ ജോക്കിയുണ്ട്, ഒരു സഹോദരിയാണ്. ആ സഹോദരി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തേക്കുന്ന ഒരു കാര്യം ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടപ്പോൾ, പുള്ളിക്കാരി പറയാണ്, ദൈവം എന്ന് പറയുന്നത് പിതാവാണ്. നമ്മുടെ മനുഷ്യപിതാക്കന്മാർ അവർ നമ്മെ സ്നേഹിക്കുന്നു. ശരിയാണ്, മനുഷ്യപിതാക്കന്മാർ എന്ത് ചെയ്യുന്നു? നമ്മുടെ പിതാക്കന്മാർ നമ്മളെ സ്നേഹിക്കുന്നു. ആൻഡ് ദെൻ ഷീ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഒറ്റച്ചാട്ടത്തിന് ദൈവവുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ദൈവവും പിതാവാണ്, ദൈവവും നമ്മെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ഗാഡ് ഈസ് ലവ് എന്നുള്ള ആ വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് ദൈവം എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. കാരണം ദൈവം പിതാവാണ്. മനുഷ്യപിതാക്കന്മാർ സ്നേഹിക്കുന്നു. മനുഷ്യപിതാക്കന്മാർ നമ്മളോട് നാം കാണിക്കുന്ന തെറ്റിനെ ഒരുപക്ഷെ മറച്ചു വെക്കും, അല്ലേ? എൻ്റെ മോനായതുകൊണ്ട് എന്നുള്ള നിലയിൽ ചിലപ്പോൾ മറച്ചു വെക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവം, അവിടെയാണ് എൻ്റെ പ്രിയമുള്ളവരെ ക്രിസ്ത്യൻഡത്തിൽ ഒരു വലിയ ഡേഞ്ചർ ഉള്ളത്. അതായത് ദൈവത്തെ പിതാവ് എന്ന നിലയിൽ വചനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടിയാണ്, അല്ല ദൈവം പിതാവ് എന്ന നിലയിൽ ഒതുങ്ങുന്നവനായതുകൊണ്ടല്ല. പലപ്പോഴും ആ പിതാവ് എന്ന നിലയിൽ വെളിപ്പെടുത്തിയ ആ വെളിപ്പാടിനെ മനുഷ്യപിതാക്കന്മാരോട് ചേർത്ത് വെച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ തെറ്റിപ്പോകും. യു കനോട്ട് ബ്രിങ് ദ ഹോളി ഗാഡ് ടു ഹ്യൂമൻ ലെവൽ. അങ്ങനെയല്ല നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഒരു ഹ്യൂമൻ ഫാദറിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ആ ഹ്യൂമൻ ഫാദറിനെ പറ്റി കർത്താവ് പറഞ്ഞത് എന്താ? ചിന്തിച്ച പിടികിട്ടും. എന്തുവാ? ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ്. അപ്പൊ ഈ ദോഷിയായ പിതാവ് സ്വർഗസ്ഥനായ പിതാവ് ഈക്വലാണോ? നോ. അവിടുന്ന് ദൈവമാ പിതാവ് എന്ന നിലയിൽ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ വെളിപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഹി ഈസ് എ ഹോളി ഗോഡ്. പരിശുദ്ധ. ഈ ഹോളി എന്നുള്ള വാക്കിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തെ സംബന്ധിച്ച് വ്യത്യസ്തനെന്നതിൻ്റെ അർത്ഥം. ഹി ഈസ് സെപ്പറേറ്റ്, ഹി ഈസ് ദി അതർ. ഒരിക്കലും സൃഷ്ടിയുമായിട്ട് താരതമ്യം ചെയ്യാൻ ഈ പരിശുദ്ധനായ ദൈവത്തെ കഴിയത്തില്ല. മാത്രമല്ല ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തിയും മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് മനസ്സിലാക്കാനും സാധിക്കത്തില്ല. ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ തന്നെ മനുഷ്യവർഗത്തിൻ്റെ ആ ചരിത്രം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ വിശദമാക്കിയിട്ട് ഇത്രയും വെളിപ്പാട് ലഭിച്ച പൗലോസ് പറയുക, ഹാ ദൈവത്തിൻ്റെ ജ്ഞാനം എന്നിവയുടെ ആഴമേ. അയ്യോ, ആ മനുഷ്യന് കൃപാവരങ്ങളിൽ ഒന്നുപോലും കുറവില്ലാത്ത ആ മനുഷ്യൻ, ആ അപ്പോസ്തലൻ, മനുഷ്യനെന്നല്ല, ആ അപ്പോസ്തലൻ, ആ ഭക്തൻ, അവസാനം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സുല്ലിട്ട് പറയുക, ആ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് 11:33 എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും. ഹൗ അൺസെർച്ചബിൾ ആർ ഹിസ് ജഡ്ജ്മെന്റ്സ് ആൻഡ് അൺഫാത്തമബിൾ ഹിസ് വേയ്സ്. അഗോചരവും എന്ന് പറഞ്ഞാൽ ദൃഷ്ടിയിൽ വരാത്തത്, ഗോചരീഭവിക്കാത്തത്, ചിന്തിച്ചാൽ മനസ്സിലാകാത്തത് ദൈവത്തിൻ്റെ പ്രവൃത്തി. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഈ ഇപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന മോറൽ വില്ലും ആ സോവറിൻ വില്ലും കൂടെ
നമ്മുടെ ബുദ്ധിക്കകത്തിട്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പറ്റുമോ? ഇല്ല. അതിന് പകരം വി സറണ്ടർ ടു ദ വേർഡ് ആൻഡ് സേ വി ബിലീവ് ഇറ്റ്, വി ട്രസ്റ്റ് യു. നിന്റെ പ്രവൃത്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുക. എന്താണാലും ഞങ്ങൾക്കറിയാം അങ്ങ് നീതിമാനായ ദൈവമാണ്, അങ്ങ് പരിശുദ്ധനായ ദൈവമാണ്, അങ്ങക്ക് തെറ്റു പറ്റത്തില്ലെന്നറിയാം. വചനം അത് പറയുന്നതുകൊണ്ട് ഞാനത് അതുപോലെ ഏറ്റെടുക്കുന്നു. ദൈവം എന്നെ ചൂസ് ചെയ്തെന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനത് വിശ്വസിക്കുക. എന്തുകൊണ്ടാണ് എൻ്റെ സഹോദരനെ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനെ ചൂസ് ചെയ്യാത്ത? ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ. വചനത്തിൽ പറയുന്നു ഹി ചോസ് മീ. അതിനകത്ത് നമ്മുടെ യുക്തിയും കൊണ്ടിട്ട് ഒരു കാര്യം കൊണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഉപദേശ വൈകല്യമായി മാറും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചോദിച്ചത്, ഈസ് മാൻ ബേസിക്കലി ഗുഡ് ഓർ ബേസിക്കലി ഈവിൾ? വചനം പറയുന്നു he is basically evil. He is not basically good. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പൂർണ്ണനായാണ് സൃഷ്ടിച്ചത്, അല്ലാതെ ഈവിളായിട്ടല്ല സൃഷ്ടിച്ചത്. അവൻ ഈവിളായി മാറിയതാണ്. ഈ പൂർണ്ണനായി സൃഷ്ടിച്ചു എന്നുള്ള ആ വാക്ക് അല്ലെങ്കിൽ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു എന്നുള്ളതിനകത്തും ഉപദേശ വൈകല്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ, ആ സാദൃശ്യവും സ്വരൂപവും എന്നുള്ളത് കൊണ്ട് ദൈവം മറ്റൊരു ദൈവത്തെ അല്ല ഉണ്ടാക്കിയത്. ദൈവം ഉണ്ടാക്കിയത് മനുഷ്യനെയാണ്. എപ്പോഴും സൃഷ്ടിതാവിൻ്റെ കീഴിലായിരിക്കും, അല്ലേ? സൃഷ്ടിതാവിനോടൊപ്പം വലിപ്പം സൃഷ്ടിക്ക് എത്ര നാൾ ശ്രമിച്ചാലും വരത്തില്ല. നമ്മൾ പൂർണ്ണതയുള്ളവരായി സ്വർഗത്തിൽ ചെന്നാലും നമ്മൾ സൃഷ്ടിതാവിനോടൊപ്പം വരില്ല. നമ്മളെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. സോ ഓൾവേസ് ദ ക്രിയേറ്റർ ഈസ് above. He is the sovereign. അപ്പോൾ അവിടെ പൂർണ്ണനായി നമ്മെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഒരു സൃഷ്ടിക്ക് എത്രമാത്രം പൂർണ്ണത ഉണ്ടാകാമോ അത്രയും പൂർണ്ണത. ആ പൂർണ്ണതയിലാണ് ആ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവനെ പൂർണ്ണതയുള്ളവനായി ദൈവം സൃഷ്ടിച്ചെങ്കിലും അവൻ പാപം ചെയ്ത് എന്ത് ചെയ്തു? ദൈവ തേജസ് ഇല്ലാത്തവനായി മാറുകയാണ് ചെയ്തത്. റോമാലേഖനം 5:12 നമ്മൾ കാണുന്ന ഒരു കാര്യം, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്ന് ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ. അത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞപ്പോൾ ഈ പാപം ചെയ്യുക എന്ന് പറയുന്നത് ജനിച്ച ശേഷം ചെയ്യുന്ന പാപത്തെക്കുറിച്ചാണെന്ന് ഒരു ആൻസർ വന്നു. അങ്ങനെയല്ല അവിടെ പറയുന്നത്. അതായത് ആദമിലാണ് ജനിക്കുന്ന എല്ലാ മനുഷ്യരും ജനിക്കുന്നത്. ഞാനും ജനിച്ചത്, നിങ്ങളും ജനിച്ചത് ആദമിലാണ്. ആദം എന്ന് പറഞ്ഞാൽ ആരെന്നറിയാവോ? നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ പറയും ഹെഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ്. അങ്ങനെ ഒരു ഫയലിംഗ് ഉണ്ട്. ജോയിൻറ്റ് ഫയലിംഗ് ഉണ്ട്, ഹെഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ഫയലിംഗ് ഉണ്ട്. നമ്മുടെ ഹെഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ആരാരെന്നറിയോ? നാം ആദമിലായിരുന്നു. നാം ജനിക്കുമ്പോൾ ആദമിലാണ് ജനിക്കുന്നത്. നമ്മളിപ്പം ആദമിലല്ല, ഞാൻ ക്രിസ്തുവിലാ, നാം ക്രിസ്തുവിലാ. അപ്പോൾ ആദമി ജനിക്കുമ്പോൾ ആദം ചെയ്ത പാപം ഞാനും ചെയ്തതായിട്ടാണ് കണക്കിടുന്ന വചനം. അതാ ഇവിടെ പറയുന്നത്. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ജനിക്കുന്ന ഓരോ കുഞ്ഞും ഇതിൻ്റെ അണ്ടറിലാണ് ജനിക്കുന്നത്. ഈ ആദം എന്ന ഫെഡറൽ ഹെഡ് ഓഫ് ദ ഫാമിലി, ആ ഭവനത്തിലാണ് ജനിക്കുന്നത്. അവൻ്റെ മേലും ഒരു വിധിയുണ്ട്, അല്ലെങ്കിൽ ഒരു ടൈറ്റിലുണ്ട്, സിന്നർ. ഓക്കെ, മുന്നോട്ട് പോകുമ്പോൾ എക്സെപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവരും പാപികളാണോ? വചനം പറയുന്നു എല്ലാവരും പാപികളാണ്. പിന്നെ അവൻ്റെ ഹൃദയം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. അത് ഡിസീറ്റ്ഫുള്ളാണ്. അവൻ്റെ മൈൻഡ് ഡിപ്രൈവ്ഡ് ആണ്. ഡിപ്രൈവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം നിമിത്തം ധാർമ്മികമായി അധപ്പതിച്ചിരിക്കുന്ന അവസ്ഥ. എന്തിനാണിത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുവിശേഷം എന്ന ദൈവത്തിൻ്റെ ശക്തി, റോമർ 1:16, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് രക്ഷയില്ല, ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദനും അത് പിന്നെ യവനനും, അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ് സുവിശേഷം. അതിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയാണ്. അത് വെറും വേർഡ്സ് അല്ല. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കേട്ട വചനം വെറും വാക്കുകളായിട്ടല്ല നിങ്ങൾ ഏറ്റെടുത്തത്, അത് ദൈവശക്തിയായിട്ട് നിങ്ങളത് പരിണമിച്ചു, വെറും വാക്കുകളായിട്ടല്ല.
ഇന്ന് രാത്രിയിലും പ്രിയമുള്ളവരെ, ഈ ദൈവവചനം വെറും വാക്കുകളായിട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ ചെയ്യത്തില്ല. അതിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. നമ്മുടെ രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ്റെ വില്ല്, ഇച്ഛ, തീരുമാനശക്തി, അതെല്ലാം പാപത്തിൻ്റെ സ്ലേവറിയിലാണ്. സ്ലേവ് ടു സിൻ എന്നാണ് യോഹന്നാൻ 8:34 എഴുതിയേക്കുന്നത്. ഹീസ് എൻസ്ലേവ്ഡ് ടു സിൻ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് ഓടിച്ച് പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുമോ? ക്യാൻ മെൻ ചേഞ്ച് ദംസെൽഫ്? അവരുടെ പ്രകൃതം തന്നെ മാറ്റാൻ കഴിയുമോ? ഇല്ല. പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. കാരണം അവരുടെ പ്രവൃത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെയാണ്. മനുഷ്യൻ്റെ വികാരം, ആശ, ഇച്ഛകൾ ഇതെല്ലാം വഴിതെറ്റിയതാണ് പാപം നിമിത്തം. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം: ക്യാൻ ദ നാച്ചുറൽ മാൻ comprehend the gospel or come to a saving knowledge of God on his own? ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്. അവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അവൻ്റെ കയ്യിലോട്ട് നമ്മുടെ സുവിശേഷ പ്രതി കൊടുത്തു. അത് വായിച്ച്, അതിനോട് റെസ്പോണ്ട് ചെയ്ത്, അത് വിശ്വസിച്ച് ഒരു ദൈവത്തെ തീരുവാൻ അവന് സാധിക്കൂ? കൊരിന്ത്യർ ലേഖനം 1:2-14. 1 Corinthians chapter 2 verse 14. പ്രാകൃത മനുഷ്യൻ. ഈ പ്രാകൃത മനുഷ്യരെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു. ആത്മീയരുണ്ട്, ജഡീകരുണ്ട്, പ്രാകൃത മനുഷ്യരുണ്ട്. സ്പിരിച്വൽ മാൻ ആൻഡ് കാർണൽ. അപ്പോൾ ഈ പ്രാകൃത മനുഷ്യന് ഈ സുവിശേഷം അല്ലെങ്കിൽ ഈ സന്ദേശം, ഈ സത്യം ഇത് കൊടുത്താൽ by his own strength he cannot respond. കാരണം ഇവിടെ പറയുന്നു, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ കൈക്കൊള്ളുമെന്നാണോ? അങ്ങനല്ല, കൈക്കൊള്ളുന്നില്ല, കൈക്കൊള്ളാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ്. കാരണം അവനത് ഭോഷത്വമാകുന്നു. ഇത് ആത്മീകമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിക്കാൻ കഴിയത്തേ ഇല്ല. വചനം പറയുന്നു. കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം അതിൻ്റെ 4:3-4 സുവിശേഷം മറഞ്ഞിരിക്കുന്ന ചിലരുണ്ട്. അതാർക്കാ അവിടെ പറഞ്ഞിരിക്കുന്നത്? നശിച്ചു പോകുന്നവർക്കത് മറഞ്ഞിരിക്കും. പിന്നെ ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ചോദിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഇതാണ് ഒരു മനുഷ്യൻ, ഒരു നാച്ചുറൽ മാൻ. അവന് ഇത് ലഭിക്കത്തില്ല. മത്തായി സുവിശേഷം 11:27 കർത്താവ് പറഞ്ഞു. മാത്യു ചാപ്റ്റർ 11 വേഴ്സ് 27, no one knows the Son except the Father, and no one knows the Father except the Son. ഇനി അടുത്തത്, and anyone to whom the Son chooses to reveal. അപ്പോൾ എങ്ങനെ ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്? പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. ഇവിടെ എന്താ നമ്മുടെ സന്തോഷം എന്ന് പറയട്ടെ? വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം ഇച്ഛിച്ചു. പിതാവിനെക്കുറിച്ചുള്ള വെളിപ്പാട് പുത്രനിലൂടെ ലഭിക്കുവാൻ തക്കവണ്ണം പുത്രൻ ആ വെളിപ്പാട് നമുക്ക് തരാൻ അവിടുന്ന് ഇച്ഛിച്ചു. സ്തോത്രം. അടുത്തത്, can men themselves accept God's gift of salvation? യോഹന്നാൻ 3:27. യോഹന്നാൻ സുവിശേഷം John chapter 3 verse 27. സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കാൻ കഴിയുകയില്ല. യോഹന്നാൻ 1:12-13. അവനെ കൈക്കൊണ്ട് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. അവർ രക്തത്തിനല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഇപ്പം നമ്മൾ വായിച്ചു, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ.
ആമേൻ. അവിടെ പറഞ്ഞിരിക്കുന്ന 14-ാം വാക്യത്തിൽ 12-ാം വാക്യത്തിൽ അവനെ കൈക്കൊണ്ടു അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു എന്നുള്ള ആ വാക്യം കറക്റ്റായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മൂലഭാഷയിലുള്ള ഒരു പദപ്രയോഗം ഇങ്ങനെയാണ്: പവർ ടു ആക്ട്. പവർ ടു ആക്ട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ശക്തി കൊടുത്തു എന്ന്. പ്രതികരിക്കാനുള്ള ശക്തി. നമ്മൾ മുമ്പേ പറഞ്ഞു, ലുദിയായുടെ ആ ഹൃദയം തുറന്നപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത് പൗലോസ് പറഞ്ഞ കാര്യങ്ങളോട് അനുകൂലമായി പ്രതികരിക്കാൻ തക്കവണ്ണം ദൈവം അവളുടെ മനസ്സിനെ തിരിച്ചെന്ന്. എന്നാൽ ഇന്ന് ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവമേ, ഈ മനുഷ്യ മനസ്സുകളെ അങ്ങയുടെ സത്യത്തിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം അങ്ങേക്ക് മനസ്സലിവ് തോന്നണമേ. അല്ലാതെ നമ്മുടെ ശക്തി കൊണ്ട് കഴിയത്തില്ല, നമ്മുടെ വാക്ചാതുര്യം കൊണ്ട് കഴിയത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഹൂ സപ്ലൈസ് ഫെയ്ത്ത്, ബിലീഫ് ആൻഡ് റിപ്പൻറ്റൻസ്? ആരാണ് ആശ്രയവും വിശ്വാസവും മാനസാന്തരവും നൽകുന്നത്? ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ദിവസം മാനസാന്തരമുള്ള വിഷയം സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, മാനസാന്തരത്തിൻ്റെ കോള് കാണാം, വിളി. മാനസാന്തരപ്പെടുവീൻ എന്നുള്ള വിളി നമുക്ക് കാണാം. മാനസാന്തരം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള കാര്യവും നമുക്ക് കാണാം. മാനസാന്തരം മനുഷ്യന് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലും നമുക്ക് കാണാൻ സാധിക്കും. വചനത്തിൽ എന്താ പറയുന്നത്? വചനത്തിൽ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 5:31 വായിച്ചാൽ, ആക്ട്സ് ഓഫ് ദ അപ്പോസ്തൽ ചാപ്റ്റർ 5 വേഴ്സ് 31 പറയുന്നത്, ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 11 ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 11 വേഴ്സ് 18, സ്തെഫാനോസ് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 18 11 വേഴ്സ് 18. ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോസ്തല പ്രവൃത്തി 18:27. അവൻ അഖായിലേക്ക് പോകാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാരവനെ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക്. വിശ്വസിക്കാനുള്ള കാര്യം എന്തോ അവിടെ പറഞ്ഞ് അവരുടെ മേൽ ചൊരിഞ്ഞ ദൈവകൃപയാണ്. സോ നമ്മൾ വചനം കേൾക്കുമ്പോൾ മാനസാന്തരത്തിന് ആഹ്വാനമുണ്ട്, വിശ്വാസത്തിനുള്ള ആഹ്വാനമുണ്ട്. ഇത് പരിശുദ്ധാത്മാവിന് അവർക്ക് നൽകപ്പെടണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. Can men do anything to help themselves? No, they cannot. സ്വയം രക്ഷിക്കുവാൻ അവർക്ക് ഒന്നിനാലും സാധിക്കുകയില്ല. കൊലോസ്യ ലേഖനം, ഞാൻ അത് നിർത്തുക, അതുകൊണ്ടാണ് ഞാൻ കൺക്ലൂഡ് ചെയ്ത് അനേക കാര്യങ്ങളോട് പറയാനുണ്ട്. പക്ഷേ എങ്കിലും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ജസ്റ്റ് വാക്യത്തിൻ്റെ സഹായത്തോട് മാത്രം പറഞ്ഞു പോകുക. കൊലോസ്യർ 2:13, അതിക്രമങ്ങളാൽ നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്നു നമ്മെ. എഫേഷ്യൻസ് ചാപ്റ്റർ 2 പറഞ്ഞേക്കുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി. ഇവിടെ എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നേ? ചോദ്യം. ദെൻ വാട്ട് ബിക്കംസ് അവർ ബോസ്റ്റിംഗ്? പിന്നെ നമുക്ക് എന്ത് പുകഴ്ചയാണ് ഉള്ളത്? ഉത്തരം റോമാലേഖനം 3:27. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. അതിക്രമങ്ങളിലും പാപത്താലും മരിച്ചവരായിരുന്നു നമ്മെ. തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകി തന്ന് നമ്മെ റീജനറേറ്റ് ചെയ്ത് ആ തിരുവെടുത്ത് നമ്മുടെ അടുത്തേക്ക് വന്നപ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുവാൻ, അനുകൂലമായി റെസ്പോണ്ട് ചെയ്യാൻ പാകത്തിനാക്കി. ഹല്ലേലൂയ. സ്വർഗത്തിൽ ഞാനിപ്പോൾ കേൾക്കുന്നുണ്ട് അന്ന് നടന്നത്. അന്നൊരു പ്രഖ്യാപനം നടന്നു. എന്നറിയോ? ഡിക്ലെയറിങ് വൺസ് നോട്ട് ഗിൽറ്റി. ഇവൻ തെറ്റുകാരനല്ല,
ഇവൻ കുറ്റം ചെയ്തിട്ടില്ല. നീതീകരണം കർത്താവ് പ്രഖ്യാപിച്ചതാ. ഇവൻ നീതീകരിക്കപ്പെട്ടു. ഉടനടി എന്നെ എടുത്തു വെച്ച ഈ പാതയാണ് വിശുദ്ധീകരണം. കാരണം ഏത് വിളിക്കാ എന്നെ വിളിച്ചോ, അതേത് വിളിയാ? പുത്രനെ പോലെ ആകാൻ എന്നെ ഡെസ്റ്റൈൻ ചെയ്തേക്കുന്നത്. എന്നെ മുൻ നിർണയിച്ചിരിക്കുന്നത് തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാൻ വേണ്ടിയാ. ആ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന പാതയാണ് വിശുദ്ധീകരണം. ആ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്നതിൻ്റെ ആ പാരമ്യമാണ് തേജസ്കരണം. അന്ന് ഞാൻ പുത്രനെ പോലെ ആയി മാറിയ. യോഹന്നാന്റെ 1:3-2 പറഞ്ഞിരിക്കുന്നത്, നാം അവനെ താനായിരിക്കുന്നത് കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരായി മാറും. ഇതാണ് നമ്മുടെ ഗ്ലോറിയസ് ആയിട്ടുള്ള പ്രോമിസും ഹോപ്പും എല്ലാം. ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് മാറരുത്. നാം രക്ഷയെക്കുറിച്ച്, ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് അവൻ എനിക്ക് വേണ്ടി എന്തായി തീർന്ന് എന്നെ ആരാക്കി മാറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ചിന്തയോടെ, ധൈര്യത്തോടെ ക്രിസ്ത്യ ജീവിത യാത്ര ചെയ്യാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.